ഹോർമുസ് കടലിടുക്കിൽ ട്രംപിന്റെ അവസാന മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച രാത്രി 8 മണി വരെ സമയം. സമ്മതിച്ചില്ലെങ്കിൽ ഇറാന്റെ പവർ സ്റ്റേഷനുകളും പാലങ്ങളും തകർക്കും. ട്രൂത്ത് സോഷ്യലിലൂടെ ഇറാൻ ഭരണകൂടത്തിന് അസഭ്യ വർഷം. ട്രംപിന്റെ പരാമർശം യുദ്ധക്കുറ്റമെന്ന് ഇറാൻ. അമേരിക്ക സാഹസിക ദൗത്യത്തിലൂടെ രക്ഷപ്പെടുത്തിയത് ശത്രുരാജ്യത്തിൽപ്പെട്ട കേണൽ പദവിയിലുള്ള ഉദ്യോഗസ്ഥനെ. കണ്ടെത്തിയത് ഇറാന്റെ ദുർഘടമായ പർവ്വതനിരകളിൽ നിന്ന്. വിമാനം തകർന്നതോടെ പാരച്യൂട്ടിൽ വൈമാനികൻ ഇറങ്ങി മലനിരകളിലെ ഉയർന്ന പ്രദേശത്തേക്ക് മാറി. ഉദ്യോഗസ്ഥൻ സുരക്ഷിതനാണെന്ന് വൈറ്റ് ഹൗസ്. രക്ഷാ ദൗത്യത്തിനിടെ അമേരിക്കയ്ക്ക് കനത്ത നഷ്ടം. സ്വന്തം വിമാനങ്ങൾ തന്നെ സ്ഫോടനത്തിലൂടെ തകർക്കേണ്ടി വന്നു. സ്വയരക്ഷ, അത്യാധുനിക ആയുധങ്ങളും വിമാനങ്ങളും ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ ദൗത്യത്തിനായി പോയത് മാരകമായ ആയുധങ്ങൾ ഘടിപ്പിച്ച ഡസൻ കണക്കിന് വിമാനങ്ങൾ. അമേരിക്കയെ പരിഹസിച്ച് ഇറാൻ. പാകിസ്ഥാനെതിരെ ഇറാൻ. ചർച്ചകളിലോ നയതന്ത്ര നീക്കങ്ങളിലോ പാകിസ്ഥാൻ ഗൗരവം കാണിക്കുന്നില്ല. ആഗോള എണ്ണവിലയെ സ്വാധീനിക്കാനാണ് അവകാശവാദങ്ങളെന്നും ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഇന്ത്യയിലെ പ്രതിനിധി. ഇന്ത്യക്ക് ചർച്ചകളിൽ പങ്കുവഹിക്കാമെന്നും ഇറാൻ. നിർണായക തീരുമാനവുമായി ഇറാൻ. ഹോർമുസിൽ പണം ഈടാക്കുന്നത് നിയമവിധേയമാക്കും. യുദ്ധത്തിൽ നേരിട്ട നഷ്ടം ഈടാക്കാൻ നീക്കം. കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി ഒമാനും ഇറാനും തമ്മിൽ ചർച്ച. വിഷുവിന് കുതിച്ചുയർന്ന് വിമാന ചാർജ്. ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 7433 രൂപ. കോഴിക്കോടേക്കും കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കും നിരക്ക് കൂടി. KSRTC AC സ്ലീപ്പർ ബസ്സിലും കൊള്ള നിരക്ക്. ടീം വിജയത്തിൽ കണ്ണുനിറഞ്ഞ് ഉടമ. IPL ലക്നൌ സൂപ്പർ ജയൻസിന്റെ ആദ്യ വിജയത്തിന് പിന്നാലെ സഞ്ജീവ് ഗോയങ്കയുടെ ദൃശ്യങ്ങൾ വൈറൽ. വിധി എഴുതാൻ ഒരുങ്ങി കേരളം. ഇനി ബൂത്തിലെത്താൻ 3 നാൾ. പരസ്യ പ്രചാരണത്തിന് നാളെ സമാപനം. ഇന്ന് തിരുവനന്തപുരത്ത് അമിത്ഷായുടെ റോഡ് ഷോ. പാലക്കാട് രാഹുൽ ഗാന്ധി. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് മുഖ്യമന്ത്രി ന്യൂസ് 18നോട്. സ്വാഭാവികമാണ് ഭരണവിരുദ്ധ വികാരം. പക്ഷേ കേരളത്തിൽ ഈ 10 വർഷം പിന്നിട്ട LDFനെതിരെയുള്ള അത്തരമൊരു വികാരം ഉയർന്നു വന്നിട്ടില്ല. ആർട്ടിമിസ് 2 ഇന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ. ഭൂമിയുടെ വിസ്മയകരമായ ചിത്രങ്ങൾ നാസയിലേക്ക് അയച്ച യാത്രികർ. വെള്ളിയാഴ്ച സംഘം തിരികെ ഭൂമിയിലേക്ക്. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് വീണ്ടും കോടതിയിലേക്ക്. ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും വാദം. ട്രക്കിങ്ങിനിടെ കുടകിൽ കാണാതായ നാദാപുരം സ്വദേശിനി ശരണ്യ തിരിച്ചെത്തി. ദിശ മാറിപ്പോയതാണ് വനത്തിൽ കുടുങ്ങാൻ കാരണം. ഇനിയും ട്രക്കിംഗ് തുടരുമെന്നും ശരണ്യ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.